തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അതിനു മുമ്പുള്ള ദിവസങ്ങളിലും അവസാനത്തെ ഒരാഴ്ച ഈ ഒരു വളരെ ക്ലിയർ ആയിരുന്നു മലബാർ പ്രദേശത്താണ് ഞാൻ കാര്യമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധങ്ങളുള്ള പ്രദേശം എവിടെയാണ്. ഇപ്പൊ കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയൊരു ആന്റി ഇൻകംബൻസി മൂഡ് ഈ മലബാറിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പ്രകാരം തന്നെയാണ് മലപ്പുറത്ത് ഏതാണ്ട് പൂർണ്ണമായിട്ടും UDF പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കോഴിക്കോട് ജില്ലയില് LDFിനേക്കാൾ 5% വോട്ടുകൾ UDF പോൾ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ തവണ 11 സീറ്റ് LDFിനും 2 സീറ്റ് മാത്രം UDFിനുമായിരുന്നത് നേരെ തിരിച്ചു വീഴാൻ പോവുകയാണ്. വയനാട് പൂർണ്ണമായിട്ട് UDF പിടിച്ചെടുക്കുന്നു. കാസർഗോഡ് വലിയ മുന്നേറ്റം, കണ്ണൂരിൽ മാത്രമാണ് 50-50. ഇത് യഥാർത്ഥത്തില് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു പബ്ലിക് മോഡിന്റെ പൂർണ്ണമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണ്. അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഉണ്ടായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ വലിയ തോതിലുള്ള കൺസോളിഡേഷൻ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുയായികളിൽ തന്നെ അവരുടെ അണികളിൽ തന്നെ ഉണ്ടായിരിക്കുന്ന വലിയൊരു ഒഴിച്ചുപോക്ക്, സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സുപെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന അമിതമായ വർഗീയവൽക്കരണം, ഈ വർഗീയവൽക്കരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നിലയ്ക്കും അവർക്ക് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സംഗതിയല്ല. നമ്മുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുള്ള മുഴുവൻ ആളുകളും ആ തരത്തിലുള്ള കമ്മ്യൂണൽ ഡോഗ്സിനെ അതിനോട് ശക്തമായിട്ടുള്ള വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ മൂഡ് വളരെ ക്ലിയർ ആണ്. കേരളത്തിലുള്ള LDF സർക്കാർ പോകണം, ഒരു കാരണവശാലും ഇത് തുടരരുത് എന്നുള്ള വികാരമാണ് അവർക്കുണ്ടായിരുന്നത്. ഇപ്പൊ എക്സിറ്റ് പോളും കൃത്യമായിട്ട് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോൾ വന്ന NDAയുടെ ഒരു സീറ്റ് നില അതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? പലതും 3 മുതൽ 7 വരെ, 2 മുതൽ 5 വരെ എന്നൊക്കെയുള്ള ഒരു പ്രവചനമാണ് നൽകിയിരിക്കുന്നത്. എനിക്കറിയില്ല, മലബാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർസെന്റേജ് 10-നും 12-നും ഇടയിലുള്ള വോട്ട് പെർസെന്റേജ് അവർ നേടിയെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ വിശദാംശങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. തീർച്ചയായും അതൊരു കുറഞ്ഞ വോട്ടാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25% മുകളിൽ പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും 15% മുകളിൽ വോട്ട് കൂടി വന്നിരിക്കുന്ന കൂട്ടർക്ക് ഇത്തവണ എത്ര പെർസെന്റേജ് ആക്ച്വലി വന്നിരിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും 6-7 സീറ്റുകൾ എന്ന് ഉള്ളത് ഒരു ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള 1-2 സീറ്റുകൾ അല്ലെങ്കിൽ 3 സീറ്റ് വരെ അവർക്ക് കിട്ടാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. പക്ഷേ മലബാർ ഒഴിച്ചുള്ള പ്രദേശങ്ങളെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് പരിശോധിച്ചില്ല, എനിക്ക് അറിയില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.